നമ്മുടെ ഈ PVC ബോർഡ് WPC ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് ജനങ്ങൾക്ക് സെല്ല് ചെയ്യുന്നവന്മാർ എന്നാ നമ്മൾ ചെയ്യേണ്ടത്? ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. WPC എന്ന് പറഞ്ഞ് എടുക്കുന്ന സാധനം ബില്ലിൽ കൃത്യമായിട്ട് WPC എന്ന് പറഞ്ഞ് തരികയും PVC എന്ന് പറഞ്ഞ ബോർഡ് വീട്ടിൽ വരികയും ചെയ്യുമ്പോൾ എന്തൊരവസ്ഥയാണ്? കസ്റ്റമറുടെ അവസ്ഥ എന്താണ്? ഞാൻ പറയുന്ന ഒരു കസ്റ്റമറുടെ അവസ്ഥ തന്നെയാണ്. എൽദോ പീറ്റർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അങ്കമാലിക്കാരനാണ്. അദ്ദേഹം പ്രൊഡക്റ്റ് എടുത്തത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ബില്ല് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്ക് WPC ബോർഡ് വേണം. 0.75 ഡെൻസിറ്റിയുള്ള WPC ബോർഡ് അദ്ദേഹം എടുക്കുന്നു. WPC ബോർഡിൻ്റെ ബില്ലിൽ വളരെ കൃത്യമായിട്ട് 12 mm, 6 mm, 8 mm, 17 mm, സോ എത്ര mm ആയിക്കോട്ടെ, അത് WPC എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ബില്ലടിച്ച് കൊടുക്കുന്നു. പക്ഷേ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ബോർഡിനകത്ത് PVC ഒരു ഓർ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് കഴിഞ്ഞ് WPC എന്ന് എഴുതിക്കണം. ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇത് WPC അല്ല, 100% അത് PVC ഫോം ബോർഡാണ്. ഇപ്പോൾ 3 ലെയർ WPC എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ടല്ലോ, ഇതൊരു വൻ ചൂഷണമാണ്. കാര്യം ഇതൊരു ഉപകാരമായിരിക്കണം. നേരത്തെ സിംഗിൾ ലെയർ WPC എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് വിശ്വസിക്കാം. വരുന്ന ബോർഡ് WPC എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സ്റ്റിക്കറാണ് കേട്ടോ WPC എന്ന് പറയുന്നത്, എഴുതിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മളതിനെ WPC ആണെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇപ്പോൾ ഈ 3 ലെയർ WPC എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏറ്റവും വലിയ സ്കാം PVC ബോർഡ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് WPC എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാഹചര്യമാണ്. മനസ്സിലാക്കുക, ഈ പറയുന്ന ബോർഡ് ISIയുടെ അണ്ടറിലൊന്നും വരുന്നതല്ല. WPCയും PVC ഒന്നും ISI അണ്ടറിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു നോംസും ഇല്ല. സോ നിങ്ങൾക്ക് PVC തന്ന് അതിൻ്റെ മുകളിൽ ബില്ല് WPC അടിച്ചാലും നിങ്ങളത് വിശ്വസിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊരു നല്ല ഡീലറെ കണ്ടെത്തി അത് WPC ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊമോഷനാണെന്ന് പറയും. ഇനിയിപ്പോൾ അത് പേരെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോ, ഞാനത് പറഞ്ഞുതരാം. പക്ഷേ എങ്കിൽ പോലും WPC ബോർഡ് നിങ്ങൾ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഡെൻസിറ്റി കൂടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന പല ബോർഡുകളും നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത് WPC അല്ല PVC ബോർഡ് തന്നെയാണ് എന്ന വലിയൊരു സ്കാം നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ആ ഒരു ബില്ലും ഒക്കെ അതിനൊരു ദൃഷ്ടാന്തമാണ്. എൽദോ പീറ്റർ എന്ന് പറയുന്ന നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ വ്യൂവർ, നമ്മളെ കാണുന്ന ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പേര് തന്നെ പറഞ്ഞ് ചെയ്തു അജയ്, ഇതൊരു അവയർനെസ് ആയിട്ട് ചെയ്യണം, ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുകയാണ്, നിങ്ങളൊരു വീഡിയോ ആയിട്ട് എനിക്കൊരു സന്തോഷമാണ് എന്നിട്ട് അടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാനായിട്ടുള്ള ഒരു റീസൺ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് മുന്നോട്ട് വരണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലെ ഡീലർ അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുത്തുമെന്ന് നോക്കിയാൽ നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവണം. കാര്യം ചിലപ്പോൾ ഈ കമ്പനിക്ക്, ഇപ്പോൾ ഒരു കമ്പനി എടുക്കുക, അവർക്ക് WPCയും PVCയും കാണും. ചിലപ്പോൾ ഈ പറയുന്ന PVC 3 ലെയർ എടുത്തിട്ടായിരിക്കും അവർ WPC എന്ന് പറഞ്ഞാൽ ഡീലർ സെല്ല് ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ അവരറിയുന്നുണ്ടാവില്ല. ശ്രദ്ധിക്കുക, നമ്മുടെ ബോർഡിന് മുകളിൽ WPC എന്നെഴുതാത്ത, ഡെൻസിറ്റി കൃത്യമായിട്ട് എഴുതാത്ത ബോർഡുകൾ നിങ്ങൾ ദയവ് ചെയ്ത് പർച്ചേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ലൈക്ക് ചെയ്യാത്തവർ എല്ലാം ചെയ്തോളൂ.